വേൾഡിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ വാറൻ ബഫയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ട്, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, അതുപോലെ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളതാണ്. അതായത് ഇതൊരു കോൺട്രറിയൻ അപ്രോച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് എല്ലാവരും വളരെ ആവേശത്തോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും മാർക്കറ്റ് വലിയ ഹയർ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നേരെ തിരിച്ച് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയന്ന് മാറി നിൽക്കുകയും വലിയ സെൽ ഓഫും ആരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റോക്കുകളെ വളരെ താഴെ ലെവലിൽ വാങ്ങി അടുത്ത ബുൾ റാലിയിൽ വിൽക്കുന്നതിന് വേണ്ടി വാങ്ങുന്നതിനെയാണ് ഈ ഒരു അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ഹയർ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, പല സ്റ്റോക്കുകളും വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ട് വലിയ സെൽ ഓഫിന് ശേഷം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത മാർക്കറ്റിൻ്റെ ഒരു സൈക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്കുകളിലെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അർത്ഥം. അത് ഇപ്പോഴത്തെ നമ്മൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ലാർജ് ക്യാപ് സ്റ്റോക്കുകളെല്ലാം വളരെ നല്ല രീതിയിൽ റാലി ചെയ്യുകയും അതേസമയം സ്മോൾ ക്യാപ്പുകളും മിഡ് ക്യാപ്പുകളും വലിയ സെൽ ഓഫിന് ശേഷം താഴെ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഒരു സെൽ സോണിലാണ് എന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പുകളും മിഡ് ക്യാപ്പുകളും വളരെ നല്ല ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ ബൈ സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെല്ലാം അക്യുമുലേറ്റ് ചെയ്യുകയും ആ സ്റ്റോക്കുകൾ നമ്മൾ അടുത്ത ഒരു വലിയ റാലിക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നവർ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യും.